ഹലോ ഗൈസ്, ഇവിടെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഇതൊരു ജനറലായിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. യൂണിവേഴ്സ് ഗൈഡൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന റീഡിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ഈ ഒരു പ്രണയം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻസ് ആയിരിക്കാം, ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആയിരിക്കാം, നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ആയിരിക്കും, ഇപ്പം നിങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ആയിരിക്കാം. ഇത് പലരുടെ എനർജി, ഒരുപാട് എനർജി ഉള്ളത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് ഗൈഡൻസ് വഴമായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ ഇത് എങ്ങനെ പോകും, എന്താകും, എനിക്ക് ആദ്യമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോകാം. ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം കാമായിട്ടിരുന്ന് ഈ ഒരു വീഡിയോ മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ടോട്ടലി വിട്ടേക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഇതെങ്ങനെ വരും എന്ന് ഞാൻ ആദ്യമേ പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കത് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. എങ്ങനെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഞാൻ ആദ്യമേ പറയാത്തത്. സോ നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ചിലത് ചോദിച്ചും ചിലത് പിടിച്ചും വാങ്ങേണ്ട സാധനങ്ങളല്ല എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാകണം എന്നുള്ളത് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കാർഡ് എന്താണോ കാണിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഞാനിവിടെ പറയുന്നത്. സോ കാർഡ് എന്താണോ കാണിക്കുന്നത് അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസ് ഞാൻ നിങ്ങൾക്ക് ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം അതിനനുസരിച്ച് നമുക്ക് പോകാം. ഓക്കെ. അപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് ചില പെയിൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല രീതിക്കുള്ള പെയിൻ, മാനസികപരമായിട്ടുള്ള ഹാർട്ട് ചക്ര. നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആണ്, നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആണ്, സെക്ഷലി കണക്റ്റഡ് ആണ്, സെക്ഷൽ കോഡ് കണക്റ്റഡ് ആണ്, ഹാർട്ട് ചക്ര കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ചക്രയിലെ എനർജിയും ഹാർട്ട് ചക്രയിലെ വെള്ളവും വായുവും ഒക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വലിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് സൈക്കിക് പരമായിട്ടും അത് പിന്നെ അടുത്ത കാമപരമായിട്ടൊക്കെ പോയി ഇതെല്ലാം നിങ്ങളിൽ നിന്ന് സ്ട്രെങ്ത്തും എനർജിയും എല്ലാം നശിപ്പിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ഈവൻ ശാസ്ത്രപരമായിട്ടും ഉള്ള സംഭവങ്ങളാണ്. എനർജിയൊക്കെ പോയി ഭയങ്കരമായിട്ടും ഹാർട്ട് ചക്രയൊക്കെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും നെഗറ്റീവിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് അബൌട്ട് ഓക്കെ റിലേഷൻഷിപ്പ് അബൌട്ട് ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, ചില ആൾക്കാരെ സംബന്ധിച്ച് ഫസ്റ്റ് തന്നെ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായിട്ടുള്ളൊരു ബോധ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ ഇങ്ങനെ നിങ്ങളിപ്പം ലോൺലെസ് ഫീലായിരിക്കും ചില ആൾക്കാരെ സംബന്ധിച്ച്. എനിക്ക് ഞാൻ എല്ലാവരെയും പറയുന്നില്ല, എനിക്ക് കിട്ടുന്ന എനർജി ഓരോ കാർഡ്സിലും ഓരോ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പം ഓരോ കാർഡ്സിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് റിലേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ അതങ്ങനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ടോട്ടലി നിങ്ങളത് വിട്ടേക്കുക. ഒന്നും തലയിലെടുത്ത് മണ്ടയ്ക്കെടുത്ത് കയറ്റാൻ നോക്കരുത്. റീഡിങ് എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് അപ്പം തന്നെ അത് മൈൻഡിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടി നോക്കുക. അതുകൊണ്ട് തലയ്ക്ക് മണ്ടേ കയറ്റി ഇതെൻ്റെ റീഡിംഗ് ആണ് അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് റിലേറ്റഡ് ആവുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് റിലേറ്റഡ് ആവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത്, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും യൂണിവേഴ്സ് നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടിട്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള പർപ്പസ് എന്താണെന്നും നിങ്ങൾ ആരാണെന്നുള്ളതും നിങ്ങളുടെ ഇമോഷനെക്കുറിച്ചും നിങ്ങളെ ഡൗൺ ആക്കിയിട്ട് നിങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിൽ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുതന്ന ഒരു വ്യക്തിയായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരണം. ഈ വ്യക്തി വഴി നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ്, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ഒരു വലിയൊരു പോകേണ്ട പർപ്പസ്, നിങ്ങൾ എത്തിപ്പെടേണ്ട സിറ്റുവേഷൻസ്, നിങ്ങളുടെ പല രീതിക്കുള്ള ഡയമെൻഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് അതിലോട്ട് കടന്നും നിങ്ങളെ ബിൽഡ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുക. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം, ഈ ഒരു പറയുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഇമോഷണലി നിങ്ങൾ ഭയങ്കര ഡൗൺ ആവും. നിങ്ങൾക്ക് ഭയങ്കര എംപ്റ്റിനെസ് ഫീൽ തോന്നും, ഭയങ്കര വിഷമം തോന്നും. ആദ്യമൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സക്സസ് ആയി എന്തിങ്ങനെ വന്നു എന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല. എന്തിനീ ലൂപ്പിൽ ചെന്ന് വീണു, എന്തിനീ റിലേഷൻഷിപ്പിൽ ചെന്ന് വീണു എന്ന് പോലും നിങ്ങൾക്ക് മാക്സിമം അറിയാൻ പറ്റത്തില്ലായിരിക്കും. ബട്ട് ചെന്ന് വീണതിന് ശേഷം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഭയങ്കരമായിട്ടും ഇമോഷണലി ഡൗൺ ആവുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയതിന് ശേഷമായിരിക്കണം. പിന്നീട് നിങ്ങൾ ഭയങ്കരമായിട്ടും ആഗ്രഹിക്കും ഈ വ്യക്തി എൻ്റെ ലൈഫിൽ നിന്ന് വന്നിരുന്നെങ്കിലും. അത് പിന്നെ അത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആവും. വന്നും പോയി നിൽക്കുന്നൊരു സിറ്റുവേഷനിലും പിന്നെ അത് ടോട്ടലി എൻഡ് ആവും. നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിനും ഈ വ്യക്തി നിൽക്കത്തില്ല. ടോട്ടലി എൻഡ് ആവും. മനസ്സിലുമായിട്ടുള്ള സന്തോഷ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ടോട്ടലി എൻഡ് ആവും. നിങ്ങൾ ആ ഒരു ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം, ആ ഒരു ടൈം പീരീഡ് ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ വ്യക്തി നിങ്ങൾക്ക് മനസ്സിലാവും
അതൊരു ടൈം പീരീഡ് ആയിരുന്നു. ആ ടൈം പീരീഡിൽ അങ്ങനെയൊക്കെ സംഭവിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു ലൈഫുണ്ട്. ഈ ഒരു സമയത്താണ് നിങ്ങൾ അവേക്കനിങ് ആവുന്നതും നിങ്ങളുടെ പർപ്പസ് തേടി, നിങ്ങളുടെ കരിയർ തേടി, നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടിട്ട് നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ സമയത്ത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒന്നും വരാനുള്ള എല്ലാം കഴിയും. ആ ടൈം പീരീഡിൽ പാസ്റ്റ് ലൈഫ് കർമാസ്, നിങ്ങളുടെ കർമാസ്, നിങ്ങൾ ചെയ്ത് വെച്ച ഒരുപാട് കർമാസ്, ഇതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പർപ്പസിലോട്ടും ആ വ്യക്തിയുടെ പർപ്പസിലോട്ടും പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു സമയം നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് ആയിട്ട് നിന്ന എനർജിയും കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്ദി പറയേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു വ്യക്തികളായിട്ടാണ് ആ ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നത്. ഇവിടെ മേജറിൽ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയുക, ഒരു ടിൻ ഫ്ലെയിം ജേണി 1, 2 സ്റ്റാർ സീഡ് ആയിരിക്കാം, 2 നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരേ എനർജിയിലുള്ള ആൾക്കാരായിരിക്കാം. ഞാനിത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ തോന്നും, ഇവൻ ഇത് എങ്ങോട്ടാണ്, ഇത് എങ്ങനെയാണ് ഇവൻ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഓരോ കാർഡ്സും ഓരോ എനർജി മാറുന്നതിനനുസരിച്ച് ഇതിപ്പം നിങ്ങളുടെ റീഡിങ് നിങ്ങൾക്ക് ഫസ്റ്റ് കാർഡിലെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി സ്കിപ്പ് ചെയ്ത് പോകാം, അടുത്തത് വേറെ ആയിരിക്കും പറയുന്നത്. സോ എനിക്കും നിങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ആവുന്നതിനനുസരിച്ച് എൻ്റെ എനർജി ഷിഫ്റ്റ് ആവും, നിങ്ങളുടെ എനർജി മാറുന്നതിനനുസരിച്ച് എൻ്റെ എനർജി മാറും, നിങ്ങളുടെ മൈൻഡ് മാറുന്നതിനനുസരിച്ച് എൻ്റെ മൈൻഡ് മാറും. കാരണം നമ്മൾ തമ്മിലുള്ളൊരു കണക്ഷൻ ആ ഒരു എനർജി ലൂപ്പിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നത്. അവസാനം അതിനുശേഷം ഞാൻ എന്താ പറയുക, ഞാനത് കോഡ് കട്ട് ചെയ്ത് നേരിട്ട് ഇറങ്ങി പൊയ്ക്കോളാം. സോ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടിൻ ഫ്ലെയിം ജേണി സോൾമേറ്റ് കണക്ഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റും. സ്റ്റാർ സീഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട വ്യക്തി തന്നെയാണ് ഈ ഒരു വ്യക്തി. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം എന്നുള്ളത് ഓൾമോസ്റ്റ് എത്രയോ ജന്മങ്ങൾ കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്, എത്രയോ വർഷങ്ങൾ മുന്നേ, എത്രയോ കാലക്രമേണ എഴുതി വെച്ചിരിക്കുന്ന വ്യക്തിയാണ്. പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു, കറൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നിങ്ങളെക്കാട്ടി ഏജ് കുറവായിരിക്കും, ഏജ് കൂടുതലായിരിക്കാം. ഇതിൽ ഏജ് പരിധിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല. ഇത് പവർ ഓഫ് മെറ്റീരിയലാണ്. അതായത് നിങ്ങളുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കി തരാനും, ഇത് കഴിഞ്ഞ ചിലപ്പം നിങ്ങൾ വല്ല പുലിയായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ ചിലപ്പം നിങ്ങൾ വല്ല വേറെ എന്തെങ്കിലും ഗണത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ ചിലപ്പം നിങ്ങൾ വല്ല ഡിവൈൻസ് ആയിരിക്കാം. പക്ഷേ ഈ ജന്മം നിങ്ങൾ മനുഷ്യനായിട്ട് ജനിച്ച സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ പാർട്ട്ണറായിരുന്നു ഈ വ്യക്തി, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ലൈഫിൽ ആരോ ആയിരുന്നു ഈ വ്യക്തി. സോ ഈ ജന്മത്തിൽ നിങ്ങളെ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ, നിങ്ങൾ അത്രത്തോളം ആഗ്രഹിച്ചത് കൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ വരണം. നിങ്ങൾ പോലും അറിയാതെ ഈ വ്യക്തിക്ക് നിങ്ങളെ മനസ്സെടുക്കാൻ പറ്റും, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾ പോലും അറിയാതെ ഈ വ്യക്തിക്ക് നിങ്ങളെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് പവർ വേണം, നിങ്ങൾ ഈ വ്യക്തിയെടുത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ജെന്യൂൻ ആയിരിക്കും, നിങ്ങൾ എന്ന് പോലും അറിയാതെ നിങ്ങൾ ആ വ്യക്തിയിലോട്ട് ഡിപ്പെൻഡഡ് ആയിപ്പോവും. അതായത് നിങ്ങൾ സംസാരം തന്നെ മാറിപ്പോകും. അതായത് നിങ്ങൾ ഭയങ്കര കംഫർട്ടായതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാം അറിയാൻ പറ്റും. ഒരു നാണോ മാനോ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെടുത്ത് പെരുമാറാൻ പറ്റും. ഒരു നാണോ മാനോ കാണത്തില്ല നിങ്ങൾക്ക്. ഈ വ്യക്തിയെടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ മാത്രം എന്തും കൊടുക്കും, എന്തും ചെയ്യും. നാണോ മാനം എന്ന് പറയുന്ന സാധനം കാണില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സെക്ച്വലി എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒന്നും തോന്നത്തില്ല. സംസാരത്തിലായിരിക്കാം, മറ്റുള്ളവരുടെ അടുത്ത് പൊതുവേദിയിൽ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ പഠിക്കുന്ന കാര്യങ്ങൾ വരെ, ഇവൻ നിങ്ങളുടെ എക്സ്പ്രഷൻ വരെ ഈ വ്യക്തിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അറിയാം നിങ്ങൾ തമ്മിലൊരു സംസാര സ്കില്ല് വരെ, സംസാരത്തിൻ്റെ രീതി വരെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വരെ തമ്മിലൊരു സംസാരത്തിൻ്റെ കണക്ഷൻ വരെ ഉണ്ടായിരിക്കും. നിങ്ങൾ തമ്മിലൊരു ലാംഗ്വേജ് വരെ മേ ബി ഉണ്ടായിരിക്കാം, മേ ബി ഒരു ഫേസ് ലാംഗ്വേജ്, അല്ലാതെ സൈൻ ലാംഗ്വേജ്, സംസാര ലാംഗ്വേജ് എല്ലാം ഉണ്ടായിരിക്കും. കാരണം പാസ്റ്റ് ലൈഫിലുള്ള കണക്ഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കലാപരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. കലാപരമായിട്ട് ഫിലിം ഫീൽഡ് അങ്ങനെയൊക്കെയുള്ള ബന്ധപ്പെട്ട നിങ്ങളുടെ കലാരൂപങ്ങൾ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങൾക്ക് വന്ന് തുറന്ന് കാണിച്ചു തരും. നിൻ്റെ കഴിവതാണ്, നിൻ്റെ ഡയറക്ഷൻ അതാണ്, നിൻ്റെ സിറ്റുവേഷൻ അതാണ്, നീ അങ്ങോട്ട് പോകണം. അത് നിങ്ങൾ പല സ്ഥലത്ത് വെച്ചായിരിക്കും കാണുന്നത്. മേ ബി ഒരു ട്രെയിനിൽ വെച്ചായിരിക്കും കാണുന്നത്, ബസ്സിൽ വെച്ചായിരിക്കും കാണുന്നത്. പെട്ടെന്ന് സഡൻലി കണ്ട് മീറ്റ് ചെയ്ത് പെട്ടെന്ന് സഡൻലി നിങ്ങൾ കമ്പനി ആയിരിക്കും. കാരണം ആ വേവ് ലെങ്താണ്. ഇപ്പം ഒരു ടിൻ ഫ്ലെയിമിന് മറ്റേ ടിൻ ഫ്ലെയിമിനെ കണ്ടാൽ അറിയാൻ പറ്റും, ഒരു സോൾമേറ്റിന് മറ്റേ സോൾമേറ്റിനെ കണ്ടറിയാൻ പറ്റും, ഒരു സൈക്കോപാത്തിനെ മറ്റേ സൈക്കോപാത്തിനെ കണ്ടറിയാൻ പറ്റും. അത് മറ്റേ നെടുമങ്ങാട് നടന്നില്ലേ, മറ്റേ ഒരു സൈക്കോപാത്ത് മറ്റേ സൈക്കോപാത്തിനെ ലൈൻ അടിച്ചിട്ട് ആ പാവം കൊച്ചിൻ്റെ ജീവൻ പോയി. അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒരു എനർജി വാമ്പയറിന് മറ്റേ എനർജി വാമ്പയറിനെ കണ്ടറിയാൻ പറ്റും. പക്ഷേ ഇവർ തമ്മിൽ ഈ എനർജി വാമ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ എനർജി അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ്, അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ. പക്ഷേ ഒരു എനർജി വാമ്പയറിന് മറ്റേ എനർജി വാമ്പയറിനെ കാണുന്ന സമയത്ത് ഇവർ തമ്മിൽ കണക്റ്റഡ് ആവുകയും അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുകയും ചെയ്യും. ഇതൊക്കെ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ അതൊരു ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണം ഉണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. ഇത് പർപ്പസാണ്, ഇത് കാലാന്തരത്തുള്ള ഒരു പർപ്പസാണ്. അത് നിങ്ങൾ തമ്മിൽ പർപ്പസ് തീർക്കാണ്ട് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങാനും പറ്റത്തില്ല.
അത് ഒരുപാട് കഴിവുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. ചിലപ്പോൾ പാട്ട് പാടുന്ന ഒരാൾ ഡാൻസ് കളിക്കുന്ന ഒരാളെ കണക്ഷനാവും, സിനിമയിൽ അഭിനയിക്കാൻ അറിയാവുന്ന ആൾ എന്താണ് ആർട്ടിസ്റ്റ് പരമായിട്ടുള്ള ഒരാളെ കണക്ട് ചെയ്യും. അതായത് പിന്നെ വേറെ എന്താണ് പറയുന്നത്, ഒരു ടാറോ കാർഡ് റീഡർ ആണെന്നുണ്ടെങ്കിൽ മറ്റേ പത്രം വായിക്കുന്ന അതായത് എന്താണ് പറയുക, ന്യൂസ് ചാനലിരിക്കുന്ന ആളുമായിട്ട് കണക്ട് ആവും. അങ്ങനെ അതായത് അതേ സെയിം, അതായത് സംസാര സ്കില്ലുള്ള ആളെ കണക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു സ്കില്ലായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ടിൻ ഫ്ലെയിം ചെയ്യുന്നതിനെ സംബന്ധിച്ചാണെങ്കിൽ സംസാര സ്കില്ലുള്ള ആൾ സംസാര സ്കില്ലില്ലാത്ത ആൾക്കാരെ ചെന്ന് കണക്ട് ചെയ്തിട്ട് സംസാര സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കും. മനസ്സിലാകുന്നുണ്ട്? അതായത് ഞാനിപ്പം ഈ റീഡിങ് പഠിച്ച് എല്ലാം സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇപ്പം എൻ്റെ പാർട്ട്ണർ എൻ്റെ അടുത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും, അല്ലെങ്കിൽ ആ ഒരു പെണ്ണിനൊന്നും അറിയണമെന്നുണ്ടെങ്കിൽ, എന്താണ് ജീവിതം അറിഞ്ഞൂടാ, ഫുള്ള് ഒന്നും അറിഞ്ഞൂടെന്നുണ്ടെങ്കിൽ എനിക്കിതെല്ലാം പകർന്നു കൊടുക്കാൻ പറ്റും. എൻ്റെ നിന്ന് ഇതെല്ലാം അവർക്ക് അവേക്കിനിങ് എടുക്കാൻ പറ്റും. എൻ്റെ നിന്നെല്ലാം എനിക്കത് പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റും. അത് ഞാനായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് പഠിപ്പിച്ച് കൊടുക്കേണ്ടി വരും. അതങ്ങനത്തെ കണക്ഷനാണ് ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനത്തുള്ള ആൾക്കാർക്ക് ഫുള്ളി സക്സസ് ആണ്. പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരുടെ റിലേഷൻഷിപ്പും നോർമലി നിങ്ങൾക്ക് സക്സസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. യൂണിവേഴ്സലായിട്ട് നിങ്ങളുടെ ലൈഫിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് നോർമൽ ലൈഫിൽ ജീവിക്കുന്ന ചില ആൾക്കാരുടെ സിറ്റുവേഷൻ ഉണ്ടാവാം. ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, ഫാമിലി റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ മാറ്റി നിർത്തിക്കുന്ന സിറ്റുവേഷനാണ്. ചില ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് നിങ്ങളുടെ മൈൻഡ് മാറുമ്പോൾ, നിങ്ങളുടെ എനർജി മാറുമ്പോൾ, യൂണിവേഴ്സ് എനർജി മാറുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ എനർജി മാറിക്കൊണ്ടിരിക്കും. കാരണം എന്ന് പറയുന്നത് അതങ്ങനെയാണ് യൂണിവേഴ്സ് എന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നിങ്ങളെ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ 1-2 പേര് നിങ്ങളുടെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവരൊന്നും മാനിക്കുന്നില്ല, അവരൊന്നും നിങ്ങൾ ഇതാവുന്നില്ല. പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെടുത്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണം, പക്ഷേ ആ വ്യക്തി നിങ്ങളെ മതിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ പിറകെ നടക്കുന്ന വ്യക്തിയെ നിങ്ങൾ മതിക്കുന്നില്ല, നിങ്ങൾ പിറകെ നടക്കുന്ന വ്യക്തി നിങ്ങളെ മതിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയെടുത്ത് പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നത് വീട്ടുകാർ കാരണം റിലേഷൻഷിപ്പ്, വീട്ടുകാർ ഡൗൺ ആക്കിയ റിലേഷൻഷിപ്പായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. വീട്ടുകാർ തലമണ്ടയ്ക്ക് അടിച്ചേൽപ്പിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. വീട്ടുകാരുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കണം, ഡിസ്കണക്റ്റഡ് സിറ്റുവേഷൻ. പക്ഷേ നിങ്ങൾക്ക് രണ്ടും ഭയങ്കര വിഷമമുണ്ട്, പെയിൻ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കയറി കളിക്കുന്ന നെഗറ്റീവ്പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരുള്ളതായിട്ടും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡിസ്കണക്റ്റഡ് സിറ്റുവേഷനാണ് ചില ആൾക്കാരെ സംബന്ധിച്ച്. നിങ്ങളുടെ ഒരു ഡിസ്കണക്റ്റഡ് സിറ്റുവേഷൻ നിൽക്കുന്ന സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിവും നോളജും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ റിലേഷനിൽ പെട്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ബുദ്ധിയും കാര്യങ്ങളും എല്ലാം എവിടെ പോയി സത്യം പറഞ്ഞാൽ ഒരു പിടുത്തമില്ല. അറിവുള്ള ആൾക്കാരാണ്, നോളജുള്ള ആൾക്കാരാണ്, ടീച്ചറാണ്, ഡോക്ടറാണ്, എല്ലാം ആണ് എന്നുണ്ടെങ്കിൽ പ്രണയത്തിൽ വീണു പോയപ്പോഴത്തേക്കും ഞാൻ വലിയ ആളായി എന്നുള്ള തോന്നലൊക്കെ തറയിൽ ചവിട്ടി നിൽക്കാൻ പഠിച്ചു എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചത്. പല ആൾക്കാരെ സംബന്ധിച്ച് ഇത് പലരുടെയും മെൻറ്റാലിറ്റി കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനും കൊണ്ടുപോയതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഡെസ്റ്റിനി പ്രകാരം നിങ്ങളുടെ ലൈഫിലോട്ട് ഈ വ്യക്തി വരണം, ഒരുപാട് ഇമോഷനിലൂടെ കടന്നു പോകണം, ഇതൊരു ലൂപ്പായിട്ട് കറങ്ങണം, കഴിഞ്ഞ ജന്മത്തെ ബന്ധപ്പെട്ട് ഈ സിറ്റുവേഷനോട് എല്ലാം കടന്നു പോകണം, ഈ ഒരു മൂഡ് സ്വിങ്സ് സിറ്റുവേഷനോടെല്ലാം നിങ്ങൾ എത്തിപ്പെടണം എന്നുള്ളത് ജന്മാന്തരമായിട്ടും എഴുതി വെച്ചിരിക്കുന്നതും കർമ്മ റിലേറ്റഡ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നതും. ഇതൊരു ടൈം ആകുമ്പോഴത്തേക്കും ലെറ്റ് ഗോ ആവണമെന്നും മൂവ് ഓൺ സിറ്റുവേഷൻ ആണെന്നും രണ്ട് വശത്തായിട്ട് രണ്ട് പണി നോക്കി പോകണം എന്നുള്ളതും ഓൾമോസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടും നിങ്ങൾ തമ്മിൽ ഇതൊരു ലൂപ്പ് കണക്ഷനായിട്ടും വെച്ചിരിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ എത്തിയ സമയം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് സക്സസ് ആയിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കിടക്കും മറ്റാരുമില്ല, നമ്മളാണ് യഥാർത്ഥ പ്രണയം, എന്നെ വിശ്വസിച്ച് എന്നിൽ നിന്നും ഒരിക്കലും വിട്ടുപോകത്തില്ല എന്നൊക്കെ വിചാരിച്ച ആൾക്കാരും ലൈഫിൽ നിന്നും പോയപ്പം എല്ലാം കൂടെ അടപ്പടലം പോയി. ലൈഫിൽ നിന്നും റിലേഷൻഷിപ്പ് പോയപ്പോൾ റിലേഷൻഷിപ്പ് മാത്രമല്ല പോയത്, കരിയർ പോയി, ഫിനാൻസ് പോയി, റിലേഷൻഷിപ്പ് പോയി, ഫാമിലി പോയി, എല്ലാം പോയി, പണം പോയി, പ്രശസ്തി പോയി, എല്ലാം പോയി. ഇത് അവേക്കനിങ് സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് നടക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു അവേക്കനിങ് സിറ്റുവേഷനാണ്, പുതിയ ജന്മം, പുതിയ റീബർത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം. പാസ്റ്റിൽ നിന്നും എല്ലാ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതിനു ശേഷം പുതിയൊരു സംഭവം നിങ്ങളുടെ ലൈഫിൽ വരണം, അല്ലെങ്കിൽ വന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പാഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കറൻ്റ്ലി ഇവിടെ ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ടും ബ്രൈറ്റ്നെസ് ആവുന്ന ഒരു സമയമായിട്ടാണ് കറൻ്റ്ലി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് കറൻ്റ്ലി ഭയങ്കരമായിട്ടും ബ്രൈറ്റ്നെസ് ആവുന്നുണ്ട്. ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കൊരു ലോൺലെസ് ഫീൽ ആണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു സമയമാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. കാരണം ഇപ്പം നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്, നാച്ചുറലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്, അവേക്കനിങ് അറിയാൻ പറ്റുന്നുണ്ട്, എല്ലാം അറിയാൻ പറ്റും. പക്ഷേ മറ്റൊരാളുടെ ഗ്രൂപ്പിൽ വീണ് പോയ സമയം ആ വ്യക്തി ഒരുപാട് നിങ്ങളെ ട്രോമാസ് തന്ന്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മറച്ച്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി എന്നുള്ളൊരു സിറ്റുവേഷനിലൊക്കെ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്
പ്രോമിസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി വരണം, ഇതെല്ലാം സംഭവിക്കണം എന്നുള്ളത് ഓൾമോസ്റ്റ് ദൈവം നിശ്ചയമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഈ റിലേഷൻഷിപ്പ് ഇങ്ങനത്തുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇത് പ്രോമിസിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ജീവിതകാലം ഫുള്ള് കൂടെ കാണും. ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോകാനേ പറ്റത്തില്ല. നിങ്ങളായിരിക്കും ഈ വ്യക്തിനെ പിരിഞ്ഞു പോകാൻ വേണ്ടി നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പ്രണയം തരും, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരും. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷനാണ്. അതായത് പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ്. കാർമിക് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തിയുടെ നിങ്ങളാണ് ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു പാവം ജെന്യുവിൻ ആയിരിക്കും. നിങ്ങളില്ലാണ്ട് ആ വ്യക്തിക്ക് നിങ്ങളിൽ ഡിപ്പെൻഡഡ് ആയിരിക്കും ആ വ്യക്തി. ആ വ്യക്തി ഒരു ഫെമിനൈൻ എനർജി ആയിരിക്കും, നിങ്ങളൊരു മസ്കുലൈൻ എനർജി ആയിരിക്കും. നിങ്ങളില്ലാണ്ട് ആ വ്യക്തിക്ക് ഒരിക്കലും ജീവിക്കാൻ പോലും പറ്റത്തില്ല. നിങ്ങളുടെ പക്ക സോൾമേറ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. നിങ്ങൾ ആ വ്യക്തിനെ വെച്ച് ഒരുപാട് കളിച്ചിട്ടുണ്ട്. കിട്ടിയ സമയത്ത്, ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ കിട്ടിയ സമയത്ത് നിങ്ങൾ ഒരുപാട് ആ വ്യക്തിനെ വെച്ച് കളിച്ചിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ട്രോമ, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ നെഗറ്റീവ്സ് ഒക്കെ ആ വ്യക്തിയിലോട്ടും പോയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര പ്രോമിസിങ് ആയിരുന്നു. പക്ഷേ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് കുറച്ച് മാറി നിന്ന് വേറൊരു വ്യക്തിയിലോട്ട് പോയി. നിങ്ങൾക്ക് ഭയങ്കര പൊസസീവ്നെസ് ആയിരിക്കും. ഈ വ്യക്തി പൊസസീവ്നെസ്സോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാ ഈഗോ, പൊസസീവ്നെസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടായിരിക്കും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒന്നും ഉണ്ടാകത്തില്ല. അവർ പക്ക ജെന്യുവിൻ ആയിരിക്കും നിൽക്കുന്നത്. നിങ്ങൾ ഭയങ്കര കളി പഠിച്ച ലേഡീസ് ആയിരിക്കും, ജെൻസ് ആയിരിക്കും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഭയങ്കര ജെന്യുവിനായിട്ട് റിയൽ റിലേഷൻഷിപ്പിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ആയ സമയത്ത് നിങ്ങൾ ഒരുപാട് തെറ്റും ചെയ്ത് കാണുമായിരിക്കും. പക്ഷേ ഇത് പ്രോമിസിങ് റിലേഷൻഷിപ്പാണ്. ഇത് ലൈഫ് ലോങ് കൂടാൻ കാണും കേട്ടോ. കാരണം ഒരുപാട് കണക്ഷൻസ് ഉള്ള റിലേഷൻഷിപ്പാണ്. ഈ വ്യക്തി നിങ്ങളെ വിട്ട് ഒരിക്കലും പോകില്ല. കാരണം ആ വ്യക്തി നിങ്ങളുടെ കൂടെ പൂച്ചക്കുട്ടികളെ കണക്ക് നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് പർപ്പസാണ്. അതായത് ലൈഫ് ടേൺ ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതം ടേൺ ആക്കാൻ വേണ്ടിയിട്ട് വരുന്ന വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫ് ഭയങ്കര കളർഫുൾ ആവും. ഇത് ജസ്റ്റ് ഫ്രണ്ടോ ഫാമിലി റിലേറ്റീവ്സോ അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ വരുന്നതോ അങ്ങനെ ആരുമായിരിക്കാം. മേ ബി വഴിയെ പോകുന്ന ആൾ വേണമെങ്കിലും ആയിരിക്കാം. ജസ്റ്റ് കണ്ട് പരിചയപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഹായ് പറഞ്ഞ് കമ്പനിയായ നിങ്ങൾ തന്നെ അറിയാൻ പറ്റത്തില്ല എങ്ങനെ എൻ്റെ ലൈഫിൽ വന്നു, എങ്ങനെ എൻ്റെ സിറ്റുവേഷനിലോട്ട് വന്നു, എങ്ങനെ ഈ റിലേഷനുമായി കണക്റ്റഡ് ആയി എന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് ആ റിലേഷൻഷിപ്പ്, കാരണം ഇത് വ്യക്തമായിട്ടുള്ള പർപ്പസാണ്. ഇത് ഡിവൈനായിട്ട് കണക്ട് ചെയ്യിക്കുന്നതിൽ ഉപരി നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നിങ്ങളുടെ സോളിന് അറിയാൻ പറ്റും, ഇവൻ എൻ്റെ ലൈഫിലെങ്കിൽ ഇവൾ എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ എനിക്ക് ചേഞ്ച് ആവാൻ പറ്റും, ഇവർക്ക് എന്നെ മാറ്റാൻ പറ്റും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുണ്ട്. പെട്ടെന്ന് കണക്റ്റഡ് ആവും, പെട്ടെന്ന് വേവ് ഒരുമിച്ചൊരു വേവ് ഉണ്ടാവും, ടെലിപ്പതിക്കലി കണക്റ്റഡ് ആവും, എനർജറ്റിക്കലി കണക്റ്റഡ് ആവും. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇവർ തമ്മിലുള്ള സെക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന കണക്ക് സെക്സോ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. ഫീലിങ്സ് ഒന്നും നമുക്ക് വിചാരിക്കാൻ പോലും പറ്റില്ല. കാലം തന്നെ ഇവർക്ക് ഒരുപാട് എനർജി സ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ കാലം തന്നെ ഒരുപാട് എനർജി ഇവർക്ക് കൊടുക്കും. പ്രകൃതി വരെ സപ്പോർട്ട് ചെയ്യും. ഇവരുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നെ ടോട്ടലി സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് അങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ പേഷ്യൻ്റായിട്ട് ഒന്നും പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. കറൻ്റ്ലി ഇപ്പം നിങ്ങൾ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കറൻ്റ്ലി കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇമോഷണലി നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ്. നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ മെമ്പേഴ്സ് ഓഫ് ലവ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളും ഈ വ്യക്തിയുടെ പ്രണയം മാത്രം ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട്. എനിക്ക് വേറൊന്നും വേണ്ട. ഈ വ്യക്തി ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ലോകം മൊത്തം ഇടിഞ്ഞു പോയിരുന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങൾക്കൊന്നും പേഷ്യൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലായിട്ട് ഈ റിലേഷൻഷിപ്പ് സംബന്ധിച്ച് കാണാൻ പറ്റും. ലോൺലെസ് ഫീലാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ആ വ്യക്തി നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, രഹസ്യമായിട്ട് നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് ഒന്നും അറിയാൻ പറ്റാതെ നിങ്ങൾ തകർന്നു പോയ സിറ്റുവേഷനാണ് നിൽക്കുന്നത്. ഒരുപാട് പേര് സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ലൈഫ് കളർഫുൾ ആവാൻ വേണ്ടി ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്ത ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലൈഫ് കളർഫുൾ ആവുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ കംഫർട്ട് സോണിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതായത് ഇപ്പോഴും നിങ്ങൾ കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. ആ വ്യക്തി എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് ആ വ്യക്തിക്ക് ഇപ്പോഴും അറിയാം. നിങ്ങളിതുവരെയും എന്താ പറയുക, ആ ഒരു ഇതിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ടില്ല. ആ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം അടുത്തൊരു പാത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അടുത്തൊരു സ്ഥലത്തെത്തി അടുത്തൊരു പാത്തിലോട്ട് എത്തുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കാണ്. നിങ്ങളിപ്പോൾ അത് നോക്കി നിൽക്കണം. നിങ്ങളിപ്പോഴും വിചാരിക്കുന്നത് അതാണ് നല്ലത് എന്നുള്ളൊരു സിറ്റുവേഷൻ ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ആ വ്യക്തിയുടെ എനർജി നിങ്ങൾ അബ്സോർവ് ചെയ്യുന്നതാണ്. ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട്, ആ വ്യക്തി നിങ്ങളുടെ ആരോ ആയിരുന്നത് കൊണ്ട്, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് തന്നതുകൊണ്ട്, നിങ്ങൾ ഇതുവരെ മനസ്സിലാത്ത എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തന്നതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നാണ്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ആ വ്യക്തി എൻ്റെ ലൈഫിൽ വരുമെന്നാണ്. ഉറപ്പായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ഏഞ്ചൽ ഗൈഡൻസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലോട്ട് തന്നെ വരും. എ ഇയർ ഫ്രം നൗ. അതായത്
ഇതൊക്കെ കാര്യങ്ങൾ നോക്കിയാണ് ഫ്യൂച്ചറിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസസ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി ഡിവൈൻ ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഈ വർഷത്തിനുള്ളിൽ വരാൻ ചാൻസ് അല്ലെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് നല്ലൊരു സമയമായിട്ടും കാണാൻ പറ്റുന്നു. ഒരു ടൈം പീരീഡ് സമയം റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയമായിട്ട് കാണാൻ പറ്റുന്നു. നിയർ ഫ്യൂച്ചറിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത ഒരു ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി അത് റിസ്ക് എടുത്തതായിരിക്കാം, സിറ്റുവേഷനായിരിക്കാം, റിസ്ക് എടുക്കാത്ത സിറ്റുവേഷനിലായിരിക്കാം. പക്ഷേ അത് ചെയ്യാൻ വേണ്ടി നോക്കാം. റിലേഷൻഷിപ്പിൽ ഒരിക്കലും നിങ്ങൾ ഹെൽത്ത് കളയരുത് എന്നുള്ളത് ഡിവൈൻ പറയുന്നുണ്ട്. കാരണം റിലേഷൻഷിപ്പ് എബൌട്ട് എനർജി, അതുപോലെ തന്നെ സൈക്കിക് എനർജി, ട്രോമാസ്, നെഗറ്റീവ്സ്, സിറ്റുവേഷൻസ്, അങ്ങനത്തുള്ള സിറ്റുവേഷൻസൊക്കെ മാറാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടവർ എനർജി കാണിക്കുന്നുണ്ട്. ഒരുപാട് പണി നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. യെസ് കാർഡാണ്. നെഗറ്റീവ് ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ വ്യക്തി എന്തായാലും നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നെഗറ്റീവ് സിറ്റുവേഷൻസും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാർക്ക് നെഗറ്റീവ് സിറ്റുവേഷൻ ഒന്നും കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് എനിക്കൊരു പീസ്ഫുൾ റെസൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളത്. ഉറപ്പായിട്ടും ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. കളർഫുള്ളായിട്ടുള്ള മാനസികമായിട്ടുള്ള സന്തോഷമുള്ള ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിന്നിലേക്ക് വരും എന്ന് തന്നെയാണ് നീ പറയുന്നത്. നീ മാനിഫെസ്റ്റ് ചെയ്യ് എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് നിൻ്റെ അടുത്ത് പറയുന്നത്. സോ മാനിഫെസ്റ്റ് ചെയ്യുക, ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് ആരായാലും എന്തായാലും നിങ്ങളുടെ പവർ, നിങ്ങളുടെ എനർജിക്ക് അനുസരിച്ച് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു, ഞാൻ വിചാരിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, എനിക്കത് അറിയാം. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സി യു.